1886 പ്രസിദ്ധീകരിച്ച ലിയോ ടോൾസ്റ്റോയുടെ ഒരു നോവലാണ് ഇവാൻ ഇലിച്ചിന്റെ മരണം. സ്നേഹനിധിയായ ഭാര്യയും മക്കളും ഉണ്ടായിരുന്ന ഇവാൻ ആദരണീയനായ ഒരു ജഡ്ജിയായിരുന്നു. വളരെ സുഖകരവും വിജയകരവുമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നതെങ്കിലും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. 1886 പ്രസിദ്ധീകരിച്ച ലിയോ ടോൾസ്റ്റോയുടെ ഒരു നോവലാണ് ഇവാൻ ഇലിച്ചിന്റെ മരണം. സ്നേഹനിധിയായ ഭാര്യയും മക്കളും ഉണ്ടായിരുന്ന ഇവാൻ ആദരണീയനായ ഒരു ജഡ്ജിയായിരുന്നു. വളരെ സുഖകരവും വിജയകരവുമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നതെങ്കിലും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ അദ്ദേഹം തന്റെ ജോലികൾ ചെയ്തു പോന്നു. അങ്ങനെ വരവെ മാരകമായ ഒരു അസുഖബാധിതനായ ഇവാനിച്ചിൽ താൻ മരണത്തെ സമീപിക്കുന്നുവെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഇവാൻ തന്റെ നേട്ടങ്ങളുടെ എല്ലാം പ്രയോജനം എന്താണെന്ന് കട്ടിലിൽ കടന്ന് ചിന്തിച്ചു തുടങ്ങി. ഭൗതിക ജീവിതങ്ങൾക്കായി ജീവിതം ചെലവഴിച്ച അദ്ദേഹം ഇപ്പോൾ അതെല്ലാം അർത്ഥശൂന്യമാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴേക്കും ആഴത്തിലുള്ള ആത്മീയ പരിവർത്തനത്തിന് വിധേയനായി തുടങ്ങിയിരുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് സ്നേഹമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുവരെ ഇല്ലാത്ത വിധം അദ്ദേഹം തന്റെ ഭാര്യയെയും മക്കളെയും സഹജീവികളെയും സ്നേഹിക്കുവാൻ പഠിച്ചു. അതിനായി അദ്ദേഹം തയ്യാറായി. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടവരാൽ ചുറ്റപ്പെട്ട് സുഖകരമായി ജീവിച്ചു എന്ന തൃപ്തിയോടെ സമാധാനപൂർവ്വം ഈ ലോകത്തേക്ക് വിട പറഞ്ഞു. അങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. എന്താണ് ഈ ജീവിതത്തിന് ഒരർത്ഥം? നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടി കൂടി ആയിത്തീരുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ലക്ഷ്യവും ജീവിക്കുന്നതിന് ഒരർത്ഥവും ഉണ്ടാവുന്നു. സ്നേഹം നിസ്വാർത്ഥമാണ്. അപരന്റെ നന്മയാണ് ജീവിത ലക്ഷ്യം. തനിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം നിരർത്ഥകമായി ഭവിക്കുന്നു. അപരന് വേണ്ടി ചെയ്യുന്നതെല്ലാം മഹത്വപൂർണ്ണമായി നിലനിൽക്കുകയും ചെയ്യും. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ ശ്രമിക്കാം. സ്നേഹിക്കുന്നതിന് ആരുടെ അനുവാദം ആവശ്യമില്ലല്ലോ. പക്ഷേ സ്നേഹിക്കുന്നതൊക്കെ സ്വന്തമാക്കണമെന്ന് ചിന്തിക്കരുത്. അത് സ്വാർത്ഥതയാണ്. അവരെ സ്നേഹിച്ച് അവരുടെ നന്മയ്ക്കായി ജീവിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണവും മഹത്വകരവുമാകട്ടെ. ഹാവ് എ നൈസ് ഡേ.